ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരിക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ ബസൂക്ക എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനും വെർഡിക്റ്റ് റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നല്ലോ. ഈ വീഡിയോയിലൂടെ 3 സിനിമകളുടെ 3 വിഷു സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടും വെർഡിക്റ്റ് അപ്ഡേറ്റ് എല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ വിഷു വിന്നറിലേക്ക് വരികയാണെങ്കിൽ അത് നെസ്ലിന്റെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ തന്നെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സിനിമയുടെ ഡീറ്റെയിൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ എല്ലാ മേഖലകളിലും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഫൈനലായിട്ട് 38,40,00,000 ഗ്രോസ് നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് 5,70,00,000 ഗ്രോസ് ആണ് നേടിയെടുത്തത്. സിനിമയുടെ തെലുഗു ഡബും വിജയകരമായി മാറിയിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് 20 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 64,43,00,000 ഗ്രോസ് കളക്ഷനാണ് ഫൈനലായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ആലപ്പുഴ ജിംഖാന അങ്ങനെ വിഷു വിന്നറായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ മരണമാസം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ബേസിൽ ജോസഫിന്റെ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് പുറത്തു വരുമ്പോൾ സിനിമ പ്രതീക്ഷിച്ചതിന് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ വെർഡിക്റ്റിന്റെ കാര്യത്തിലുള്ള സിനിമയ്ക്ക് ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മരണമാസന്റെ ഫൈനൽ കേരള ഗ്രോസ് 12,75,00,000 രൂപയും വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് 19,53,00,000 രൂപയുമാണ്. ചിത്രത്തിന്റെ വെർഡിക്റ്റ് ആവറേജ് സ്റ്റാറ്റസ് മാത്രമാണ്. 19 കോടി രൂപയ്ക്ക് മുകളിലും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് വന്നിട്ട് ആവറേജ് ആണ് സിനിമയുടെ വെർഡിക്റ്റ് എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 10 കോടിയിൽ പരം സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നാണ്. ടൊവിനോ നിർമ്മിച്ച ബേസിൽ നായകനെത്തിയ സിനിമ ഇപ്പോൾ OTT ലഭ്യമാണ്. എല്ലാ ബിസിനസ്സും കൂട്ടി വരുമ്പോൾ സിനിമ ലാഭകരമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനിടയിൽ പൊന്മാന ശേഷം ബേസിലിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ടാമത്തെ സിനിമയും തുടർച്ചയുള്ള രണ്ടാമത്തെ സിനിമയും ആവറേജ് വെർഡിക്റ്റ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മെഗാസ്റ്റാറിലേക്ക് കേരള മെഗാസ്റ്റാറിലേക്ക് മമ്മൂട്ടി ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ ബസൂക്ക എന്ന സിനിമയുടെ വെർഡിക്റ്റും കളക്ഷൻ എല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞതാണ്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 25,20,00,000 രൂപയാണ്. സിനിമ വേൾഡ് വൈഡ് സ്റ്റാറ്റസിൽ ഡിസാസ്റ്ററും കേരള സ്റ്റാറ്റസിൽ വൺ ഡിസാസ്റ്ററുമായ മമ്മൂട്ടി സിനിമയാണ്. വിഷു റിലീസായ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയതും ഈ സിനിമ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കുറച്ച് വൈകിയാണെങ്കിൽ പോലും മമ്മൂട്ടി സിനിമയുടെ ഉൾപ്പെടെയുള്ള ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് വിഷു സിനിമകളുടെ ഫൈനൽ കളക്ഷൻ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള കളക്ഷനായിട്ട്.